ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തുന്ന തീരുമാനത്തിൽ നിന്നും KSEBയും പിന്നോട്ട്. ജലസേചന വകുപ്പ് ബഫർ സോൺ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് KSEBയും സമാന തീരുമാനം എടുത്തത്. സർക്കാർ ഉത്തരവ് പിൻവലിച്ച സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി KSEBയും മുന്നോട്ട് പോകുന്നില്ല. മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും KSEBയുടെ പത്രക്കുറിപ്പ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, വിവരങ്ങൾ. KSEBയുടെ കീഴിലുള്ള ഡാമുകളിൽ ഈ 100 നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിലാണ് വാർത്ത നമ്മൾ നൽകിയിരുന്നത്. പ്രധാനമായും വൈദ്യുതി വകുപ്പ് മന്ത്രി നിയമസഭയിൽ നൽകിയ ഒരു മറുപടിയായിരുന്നു. അതായത് ജലസേചന വകുപ്പ് ഡാമുകൾക്ക് ചുറ്റും നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതുകൊണ്ട് തന്നെ KSEBയും സമാനമായ തീരുമാനമെടുക്കുന്നു. അതായത് ഡാമിനോട് ചേർന്ന് 20 മീറ്റർ ചുറ്റളവിൽ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ 100 മീറ്റർ പരിധിയിൽ NOC വാങ്ങിയെങ്കിൽ മാത്രമേ നിർമ്മാണം നടത്താൻ അനുവദിക്കൂ എന്നുള്ള ഒരു തീരുമാനമാണ് പരിഗണനയിലുള്ളതെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരുന്നത്. ഇതിന് പിന്നാലെ തന്നെ ഇന്ന് ഈ വാർത്ത നൽകിയതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ഈ KSEB നിലവിൽ ഇപ്പോൾ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളത്. അതിൽ പറയുന്നത് പ്രധാനമായും ഇങ്ങനെയാണ്. അതായത് 26/12/2024 ജലസേചന വകുപ്പ് ഈ ഡാമുകൾ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്ന തരത്തിൽ ഉത്തരവിറക്കിയതിന്റെ ഭാഗമായാണ് KSEBയും സമാനമായ ഒരു തീരുമാനമെടുത്തത്. അത് 3/4/2024 സർക്കാർ ഈ ഉത്തരവ് പിൻവലിച്ചു. ആ ഒരു സാഹചര്യത്തിൽ ഈ KSEB എടുത്ത തീരുമാനത്തിൽ നിന്നും അന്നേ KSEB പിന്നോട്ട് പോയതാണ് എന്നുള്ളതാണ് KSEB ഇതിൽ നൽകുന്ന വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും KSEB പറയുന്നു. എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു ഉത്തരവ് പിൻവലിച്ചിട്ട് പോലും KSEB ഒരു മറുപടി നൽകാൻ, അതായത് KSEBയും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന തരത്തിൽ ഒരു റിലീസ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു അറിയിപ്പ് കൊടുക്കാനോ തയ്യാറാകാതിരുന്നതാണ് ഇത്തരത്തിലൊരു ആശങ്ക ഇടുക്കി ജില്ലയിൽ ഉടലെടുക്കാൻ സാഹചര്യം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KSEBക്കുണ്ടായ വീഴ്ച തന്നെയാണ് ഈ ഇടുക്കി ജില്ലയിൽ ഇത്തരത്തിൽ ആശങ്ക ഉടലെടുക്കാൻ കാരണമായത്. പ്രധാനമായും 24ഓളം ഡാമുകളാണ് ഈ KSEBക്ക് ഇടുക്കി ജില്ലയിൽ മാത്രമുള്ളത്, KSEBയുടെ കീഴിലുള്ളത്. അവ പ്രദേശത്തെല്ലാം തന്നെ ജനവാസ മേഖലകളാണ്. ജനങ്ങൾ ചുറ്റിപ്പാർക്കുന്ന പ്രദേശം, അതുപോലെ തന്നെ ടൗണുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും വന്നാൽ പോലും അത് ഇടുക്കി ജില്ലയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. പ്രധാനമായും ഈ ഇരട്ടയാർ ഉൾപ്പെടെയുള്ള ടൗണുകൾ ഈ ബഫർ സോണിനുള്ളിലാകുന്ന ഒരു സാഹചര്യമുണ്ടാകും. പ്രധാനമായും ഈ ജണ്ടയ്ക്ക് പുറത്തേക്ക് 20 മീറ്ററിലാണ് ഈ ഒരു നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് KSEB പറഞ്ഞിരുന്നത്. അത്തരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കല്ലാർകുട്ടി, ഇരട്ടയാർ ഉൾപ്പെടെയുള്ള ടൗണുകളും സിറ്റികളും എല്ലാം തന്നെ ബഫർ സോണിലാവുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വലിയ ദുരിതത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. കൂടാതെ പട്ടയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതായത് ഇടുക്കി ഡാമിന് ഭാഗമായ 3 ചെയിലിലും അതുപോലെ തന്നെ കല്ലാർകുട്ടിയുടെ ഭാഗമായ 10 ചെയിലിലും എല്ലാം തന്നെ പട്ടയ വിതരണം ഉൾപ്പെടെയുള്ളവ വലിയ രീതിയിലുള്ള ആശങ്കയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ പട്ടയം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് ജലസേചന വകുപ്പ് ഈ ഒരു ഉത്തരവ് പിൻവലിച്ചതുപോലെ തന്നെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് നിലവിൽ KSEBയും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഇപ്പോഴും കോടതി വ്യവഹാരങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും, കോടതിയിൽ എന്ത് നിലപാടെടുക്കും, ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്ന് പറയുമ്പോൾ പോലും ആ ഉത്തരവിനെ പിന്താങ്ങി KSEBയും തീരുമാനമെടുത്തു എന്ന് പറയുമ്പോൾ പോലും കോടതി വ്യവഹാരങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ സർക്കാർ കോടതിയിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. നിലവിൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം മാത്രമാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നങ്ങൾ അവസാനിച്ചു, അല്ലെങ്കിൽ തങ്ങൾ ഈ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നില്ല, അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന തരത്തിൽ പറയുന്നത് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം മാത്രമാണ് എന്നുള്ളൊരു ആരോപണവും ഉയരുന്നുണ്ട്. ശരി സുബിൻ, ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തുന്ന തീരുമാനത്തിൽ നിന്നും KSEBയും പിന്നോട്ട് പോവുകയാണ്. ജലസേചന വകുപ്പ് ബഫർ സോൺ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് KSEBയും സമാന തീരുമാനം എടുത്തത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ്.